നവീൻ ബാബുവിന്റേത് കൊലപാതകമല്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. കൊലപാതകമെന്ന് സംശയിക്കാനുള്ള തെളിവുകളോ സാഹചര്യമോ ഇല്ലെന്നാണ് ഹൈക്കോടതിയിൽ സർക്കാരിന്റെ മറുപടി സത്യവാങ്മൂലം. തൂങ്ങി മരിച്ചുവെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. മൃതശരീരത്തിൽ നിന്ന് മറ്റു മുറിവുകൾ കണ്ടെത്താനായില്ല. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നതിന് അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യം ആവശ്യമില്ലെന്നും സർക്കാർ അറിയിച്ചു. വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് സർക്കാരിൻ്റേത്. കോടതിയെ ഇപ്പോൾ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം കുടുംബമടക്കം ഒരുപാട് സംശയം ഈ വിഷയത്തിൽ ഉന്നയിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ദിവസത്തെ യാത്രയടക്കം റെയിൽവേ സ്റ്റേഷനിൽ വരുന്നു, വീണ്ടും തിരിച്ചു പോകുന്ന സാഹചര്യം ഒരുങ്ങുന്നു, പിന്നീട് മറ്റു ട്രെയിനിൽ കയറുമെന്ന് പ്രതീക്ഷിക്കുന്നു കുടുംബാംഗങ്ങൾ. പക്ഷേ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരുപാട് ദുരൂഹതകൾ കുടുംബാംഗങ്ങൾ സംശയിച്ചിരുന്ന ഒരു വിഷയത്തിലാണ് ഇപ്പോൾ സർക്കാർ ഈ നിലപാടിൽ. ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ്. ആജ്ഞ, ആദ്യഘട്ടം മുതൽ സർക്കാരിൻ്റെ ഒരു നിലപാട് ഇതാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റ് ദുരൂഹതകളൊന്നുമില്ല, മറ്റ് സാഹചര്യങ്ങളൊന്നുമില്ല. ആകെയുള്ളത് ഈ കുടുംബത്തിൻ്റെ ചില പരാതികൾ മാത്രമാണ്. പക്ഷെ അന്വേഷിച്ചപ്പോൾ കൃത്യമായി തന്നെ സർക്കാരിന് ബോധ്യപ്പെടുന്നു എന്താണ് കൊലപാതകമോ മറ്റെന്തെങ്കിലോ ദുരൂഹതകളോ ഇല്ല, തൂങ്ങി മരിച്ചു. അതിന് കൂട്ടിച്ചേർത്തുകൊണ്ട് എന്തൊക്കെയാണ് സർക്കാർ കോടതിയെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്? തൂങ്ങി മരിച്ചുവെന്ന് രണ്ടിടത്താണ്, അതായത് സൂയിസൈഡ് ആണ്. ഒരിടത്ത് തൂങ്ങി മരിച്ചുവെന്ന്, അതായത് നവീൻ ബാബുവിനെ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് എന്നാണ് പോലീസ് സർക്കാരിന് അന്വേഷണ ഉദ്യോഗസ്ഥർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നത്. അത് സർക്കാർ ഇന്നലെ രാത്രിയോടെയാണ് ഓൺലൈനായിട്ട് ഈ സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ചത്. ഇതിൽ കൃത്യമായി രണ്ടിടത്ത് പറയുന്നുണ്ട്. ഒന്ന്, ഈ അദ്ദേഹത്തിന്റെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി, കമ്മിറ്റഡ് സൂയിസൈഡ് എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കെട്ടി തൂങ്ങി മരിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. മറ്റൊന്ന്, ഇദ്ദേഹം വേദിയിലിരുന്നപ്പോൾ ഉണ്ടായ അത് പ്രതിഭാഗവും മറ്റും, അവിടേക്ക് ക്ഷണിക്കപ്പെടാതെ വന്ന പ്രതിഭാഗവും മറ്റും അദ്ദേഹം ഇൻസൾട്ട് ചെയ്യുകയും അതിലൂടെ ഉണ്ടായ മാനസിക ആഘാതം മൂലമാണ് അദ്ദേഹത്തിന്റെ ഇറ്റ്സ് ലീഡ്സ് ടു ഹിസ് സൂയിസൈഡ് എന്നും ആ സത്യവാങ്മൂലത്തിൽ സൂചനയുണ്ട്. മഞ്ജുഷയുടെ വാദം, അതായത് കുടുംബത്തിന്റെ വാദം കൊലപാതകമാണെന്ന വാദം തെറ്റാണ്. അതിന് നിർത്തുന്ന കാരണങ്ങളും തെറ്റാണ്. കാരണം ഇൻക്വസ്റ്റ് നടപടികൾ സർക്കാർ നിർദ്ദേശമനുസരിച്ച് പൂർത്തിയാക്കണമെങ്കിൽ മരണം നടന്ന് 4 മണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കണമെന്നാണ് നിലവിലുള്ള സർക്കാർ നിർദ്ദേശം. അതനുസരിച്ച് 5 പ്രധാന സാക്ഷികളെ നിർത്തി തന്നെയാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയത്. കുടുംബത്തിന്റെ സാന്നിധ്യം, അതായത് അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കാൻ വേണമെന്ന് നിർബന്ധമില്ല. കുടുംബം 15 മണിക്കൂറിന് ശേഷമാണ് പത്തനംതിട്ടയിൽ നിന്നും കണ്ണൂരിലെത്തിയത്. ആ ഒരു സമയം വരെ ഇൻക്വസ്റ്റിനായി കാക്കാൻ പറ്റില്ല എന്നതാണ്. അതായത് പ്രധാനമായും മഞ്ജുഷ ഉന്നയിച്ച പ്രശ്നം, അതായത് ദുരൂഹത ഉയർത്തുന്ന സാഹചര്യം, അതായത് പോലീസ് അന്വേഷണത്തിൽ വ്യക്തത വരുത്തുന്നില്ല, അല്ലെങ്കിൽ പോലീസ് അന്വേഷണത്തിൽ സത്യസന്ധമായാണോ ഇടപെടുന്നത് എന്നുള്ള കാര്യം പ്രൂവ് ചെയ്യാൻ മഞ്ജുഷ ഉപയോഗിച്ച പ്രധാനപ്പെട്ട തെളിവ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഇൻക്വസ്റ്റ് നടപടികൾ കുടുംബം എത്തുന്നതിന് മുൻപേ പൂർത്തിയാക്കി എന്നതായിരുന്നു. മറ്റ് CCTV ദൃശ്യങ്ങൾ, കളക്ടറേറ്റിൽ ഉൾപ്പെടെയുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടില്ല എന്ന് പറയുന്നതും തെറ്റാണ്. CCTV ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. പ്രധാനമായും ഇൻക്വസ്റ്റിന്റെ കാര്യം തന്നെയാണ് ഈ സത്യവാങ്മൂലത്തിൽ വളരെ കൃത്യമായി പറയുന്നത്. കൊന്നു കെട്ടി തൂക്കിയതാണ് എന്ന് തന്നെയാണ് ഫോറൻസിക് റിപ്പോർട്ട് എന്നാണ് പറയുന്നത്. പോലീസ് സംഭവ സ്ഥലത്ത് എത്താൻ വൈകി എന്ന് പറയുന്നതും തെറ്റാണ്. മറ്റു മുറിവുകളോ അതല്ലെങ്കിൽ കൊലപാതക ശ്രമത്തിനിടയിൽ ഉണ്ടായ മറ്റു മുറിവുകളോ ഒന്നും നവീൻ ബാബുവിന്റെ ശരീരത്തിൽ കണ്ടെത്താനായില്ല എന്നും ഈ സത്യവാങ്മൂലം സമർപ്പിച്ചതിൽ പറയുന്നു. അതുപോലെ കുടുംബത്തിന്റെ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ്. ഈ ബന്ധുക്കളുടെ സാന്നിധ്യത്തിലല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇൻക്വസ്റ്റ്, അത് പ്രധാനപ്പെട്ട കാര്യം ഇൻക്വസ്റ്റ് പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു. ബന്ധുക്കളുടെ സാന്നിധ്യത്തിലല്ല, അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കണം എന്ന് നിർബന്ധമില്ല എന്നും പോലീസ്. നമുക്കറിയാം, കഴിഞ്ഞ 2-3 ദിവസങ്ങളായി കോടതി നടക്കുന്ന പ്രധാനപ്പെട്ട നടപടിക്രമം ഈ വിഷയത്തിൽ CBI അന്വേഷണത്തിലെ ആവശ്യമാണ്. CBI അന്വേഷണം വേണമെങ്കിൽ അന്വേഷിക്കാമെന്ന് CBI വ്യക്തമാക്കുമ്പോഴും അതിന്റെ ആവശ്യമില്ല എന്നും, തങ്ങളുടെ അന്വേഷണം, അതായത് സംസ്ഥാന സർക്കാർ നിയോഗിച്ച സ്പെഷ്യൽ ടീമിന്റെ അന്വേഷണം കാര്യക്ഷമമാണ് എന്നും, അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന പ്രധാനപ്പെട്ട തെളിവുകളൊക്കെ ഇതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുമെന്നും ഒക്കെ സർക്കാർ വാദിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി അല്ലേ ഇതിനെയും കാണേണ്ടത്? കാരണം സത്യവാങ്മൂലം അടക്കം നൽകുമ്പോൾ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന് കോടതിയെ കൂടെ ബോധ്യപ്പെടുത്തുകയും അതുവഴി CBI അന്വേഷണം ഒഴിവാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യം കൂടി പ്രോസിക്യൂഷനുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും
രഞ്ജിത്ത്. കാരണം കൊലപാതകമാണ് മഞ്ജുഷയുടെ ആരോപണം അല്ലെങ്കിൽ ഹർജി അങ്ങനെയാണ്. നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയിൽ കുടുംബം സമീപിച്ചിരുന്നത്. മാത്രമല്ല സംസ്ഥാന പോലീസിന്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ല, അതുകൊണ്ട് കേന്ദ്ര ഏജൻസി ഈ വിഷയം അന്വേഷിക്കണമെന്നായിരുന്നു മഞ്ജുഷയുടെ ആവശ്യം. ഈ ആവശ്യം പരിഗണിക്കുമ്പോഴാണ് CBI അന്വേഷണം, അതായത് ആത്മഹത്യയല്ലേ എന്ന്, അതായത് നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസല്ലേ ഇത് എന്ന് കോടതി ചോദിക്കുകയും ഇതിൽ CBI അന്വേഷണം ആവശ്യമുണ്ടോ എന്ന് പരിശോധിക്കണം. അത് സംസ്ഥാന പോലീസ് കഴിഞ്ഞ ദിവസം കേസ് ഡയറിയും അന്വേഷണ പുരോഗതി റിപ്പോർട്ടും സമർപ്പിച്ചിരുന്നില്ല. അതിന് സമയം നീട്ടി ചോദിച്ചിരുന്നു. അതിനുശേഷം ഇന്നലെ രാത്രിയോടെയാണ് ഓൺലൈനായി ഈ സത്യവാങ്മൂലം സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിനുശേഷമാണ് ഇനിയാണ് ഇതിനകത്ത് വ്യക്തത, കോടതിയുടെ തീരുമാനം എന്ത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഉണ്ടാവുക. 12-ാം തീയതി വീണ്ടും ഈ കേസ് പരിഗണിക്കുമ്പോൾ അതിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം CBIയോട് തന്നെ കോടതി ചോദിച്ചിട്ടുണ്ട്. കോടതി നിർദ്ദേശിച്ചാൽ CBI എന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ കോടതി പറഞ്ഞത് കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് CBI പറഞ്ഞത്. ഇതിനകത്ത് CBI അന്വേഷണം വേണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനം ഇനി ഹൈക്കോടതി തന്നെയാണ് തീരുമാനിക്കേണ്ടത്. CBI അന്വേഷണം വേണമെന്നുള്ള കാര്യം ഈ സത്യവാങ്മൂലം പഠിച്ച ശേഷം ഇതിലെ വസ്തുതകൾ പരിശോധിച്ച ശേഷം മാത്രം കോടതി മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും നവീൻ ബാബുവിന്റെ മരണത്തിൽ ദുരൂഹതകളൊന്നുമില്ല, അത് ആത്മഹത്യ തന്നെയാണ്. കൊലപാതകമാണോ എന്ന കാര്യത്തിൽ യാതൊരു തെളിവും കിട്ടിയിട്ടില്ല എന്ന് സർക്കാർ പറയുന്നു. കൊലപാതകമല്ല എന്ന് തന്നെയാണ് സർക്കാർ പറയുന്നത്. കുടുംബം ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുമ്പോൾ അടുത്ത ബന്ധുക്കൾ ആരും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് തിടുക്കപ്പെട്ട് ചില നടപടികളിലേക്ക് കടന്നു എന്നുള്ള ഒരു പരാതി കുടുംബത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നു. അത് സർക്കാർ പറയുന്നത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കാൻ അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യം ആവശ്യമില്ല, അങ്ങനെ നടപടിക്രമമില്ല എന്ന് സർക്കാർ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഏതായാലും CBI അന്വേഷണം എന്ന ആവശ്യത്തിൽ കോടതിയുടെ, അതാണല്ലോ ആജ്ഞ പ്രധാനം. ഇതിൽ സർക്കാർ ഇങ്ങനെ പറയുമ്പോഴും തീരുമാനമെടുക്കേണ്ടത് കോടതിയാണ്. ഒരുപക്ഷെ എന്തെങ്കിലും സംശയം കോടതിക്ക് തോന്നിയാൽ അല്ലെങ്കിൽ കുടുംബത്തിന്റെ വാദത്തിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലായാൽ കോടതിക്ക് CBI അന്വേഷണത്തിലെ കാര്യങ്ങൾ വേണമെങ്കിൽ വിടാം, അങ്ങനെ ഒരു തീരുമാനവും എടുക്കാം. അതിനുള്ള സാധ്യതകൾ എത്രത്തോളമുണ്ട് ഇതുവരെയുള്ള നടപടിക്രമങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ? രഞ്ജിത്ത്, ഇതുമായി ബന്ധപ്പെട്ട് മഞ്ജുഷ കോടതിയിൽ ഹർജി സമർപ്പിക്കുമ്പോൾ പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇൻക്വസ്റ്റ് നടപടികളുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. മറ്റൊന്ന്, ദിവ്യയെ, അതായത് PP ദിവ്യയെ സംരക്ഷിക്കാൻ പ്രാദേശിക CPM നേതാക്കളും പോലീസും അതിനായി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ആരോപണമായിരുന്നു മഞ്ജുഷയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. കാരണം പ്രതിയെ സംരക്ഷിക്കുന്ന നീക്കം, അതല്ലെങ്കിൽ മുൻകൂർ ജാമ്യം തേടുന്നത് വരെ പ്രതി ഒളിവിൽ കഴിയേണ്ടുന്ന സാഹചര്യം, ഇതിനൊക്കെ CPM ഒരുക്കി കൊടുത്തിരിക്കുന്ന, അതായത് CPMന്റെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ഈ കാര്യത്തിൽ നടത്തിയ പരാമർശങ്ങൾ സംശയമുളവാക്കുന്ന തരത്തിലുള്ളതാണ് എന്ന് തന്നെയായിരുന്നു കുടുംബം ആരോപിച്ചത്. മറ്റൊന്ന്, കളക്ടറേറ്റിലെയും പരിസരങ്ങളിലെയും റെയിൽവേ സ്റ്റേഷനിലെയും ഒക്കെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത് പരിശോധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ പെട്രോൾ പമ്പ് സംരംഭകൻ മുഖ്യമന്ത്രിക്ക് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്നുള്ള പരാതി നൽകിയിരുന്നു. ഈ പരാതി വ്യാജമാണ് എന്ന് വ്യക്തമാകുന്ന തെളിവുകൾ പുറത്തു വരുന്നുണ്ട്. അത്തരത്തിലൊരു പരാതി ലഭിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലും മുൻപോട്ട് വെക്കുന്നുണ്ട്. ക്ഷണിക്കപ്പെടാതെ PP ദിവ്യയും സംഘവും നവീൻ ബാബുവിന്റെ വിരമിക്കൽ ചടങ്ങിലേക്ക്, യാത്രയയപ്പ് ചടങ്ങിലേക്ക് എത്തുമ്പോൾ ഈ ഒരു കാര്യം കൂടി, അതായത് അത് മനഃപൂർവ്വം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എത്തിയതാണ് എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കെ ഇതിൽ കൂടുതൽ അന്വേഷണം വന്നില്ല. അതായത് പ്രതിയുടെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കൂടി ഇതിൽ വ്യക്തമാണ്, പ്രകടമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ CPM ഭരണകക്ഷിയായി തുടരുന്ന, അല്ലെങ്കിൽ പോലീസിന്റെ നിയന്ത്രണം, സംസ്ഥാന പോലീസിന്റെ നിയന്ത്രണം ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, സർക്കാർ ഭരണകക്ഷി CPM ആയതുകൊണ്ട് തന്നെ സംസ്ഥാന പോലീസിന്റെ നിയന്ത്രണം CPM ഏറ്റെടുക്കുകയും ആ തരത്തിലേക്ക് അന്വേഷണം പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നവീൻ ബാബുവിൻ്റേത് ആത്മഹത്യ തന്നെ എന്ന നിഗമനത്തിലാണ് സർക്കാർ എത്തിച്ചേർന്നിരിക്കുന്നത്. അതനുസരിച്ചുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ കോടതിയിൽ നൽകിയിരിക്കുന്നത്.